Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. ഞാൻ മായ വിശദമായ വാർത്തകളിലേക്ക്. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവിനെ ആക്രമിച്ച സംഭവം സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ സംഘടനയുടെ പ്രാദേശിക നേതാക്കൾ ആക്രമിച്ചതിന് പിന്നിൽ വ്യക്തിവിരോധമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആക്രമണം ആസൂത്രിതമെന്നും പോലീസ്. ബാറിൽ നിന്നും വിളിച്ചിറക്കിയാണ് വിനേഷിനെ ആക്രമിച്ചിരിക്കുന്നത്. പ്രതികളെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സുർജിത്ത്, ഹാരിസ്, കിരൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കോയമ്പത്തൂർ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും കോഴിക്കോട് റെയിൽവേ പോലീസും RPFും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ട്രെയിനിൽ നിന്നും കോഴിക്കോട് ഇറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലായത്. പിടിയിലായവരിൽ 2 പേർ CPM ബ്രാഞ്ച് സെക്രട്ടറിമാരാണ്. സുർജിത്ത് ഡിവൈഎഫ്ഐ കൂനത്ര മേഖലാ സെക്രട്ടറിയും ഹാരിസ് CPM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയാണ് പിടിയിലായ രാകേഷ്. ഡിവൈഎഫ്ഐ നേതാക്കൾ ആക്രമിച്ച യുവാവിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. യുവാവ് 48 മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ്. വിനേഷിന്റെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉള്ളതായും തലക്കേറ്റ പരിക്കുകൾ അതീവ ഗുരുതരമാണെന്നും പോലീസ് പറയുന്നു. വാണിയംകുളം പനയൂർ സ്വദേശിയാണ് ഗുരുതരാവസ്ഥയിലായ വിനേഷ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെ കമന്റ് ഇട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബുധനാഴ്ച രാത്രി വാണിയംകുളത്തായിരുന്നു സംഭവം നടന്നത്. മർദ്ദനമേറ്റ് അവശനായ വിനേഷിനെ അജ്ഞാതർ ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ രക്തത്തിൽ കുളിച്ച വിനേഷിനെയാണ് കണ്ടത്. പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ ഇന്റിമേഷൻ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്.